ശർക്കര എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു പേരാണ് മറയൂർ ശർക്കര. വളരെയധികം പ്രാധാന്യമുള്ള ഒരു ശർക്കരയാണ് മറയൂർ ശർക്കര. വളരെ പരമ്പരാഗത രീതിയിൽ നിർമ്മിക്കുന്ന ചില പ്രത്യേകതകളുള്ള മറയൂർ ശർക്കരയുടെ കഥകളിലേക്കാണ് ഇന്നത്തെ നമ്മുടെ സഞ്ചാരം. അപ്പോൾ നമ്മൾക്കെല്ലാവർക്കും മറയൂർ ശർക്കര നിർമ്മാണശാലയിലേക്ക് പോകും. പളനിമലകൾ പിന്നിട്ട് ഞാനെത്തിയത് മുനിയറകളിലേക്കായിരുന്നു. മറയൂർ മുനിയറകൾ, അതായത് മൂന്നാറിൻ്റെ മലമടക്കുകൾക്കിടയിൽ മറഞ്ഞിരിക്കുന്ന മറയൂർ എന്ന സ്ഥലത്ത് അതിപ്രാചീനമായ 10,000 വർഷം പഴക്കമുള്ള മുനിയറകൾ നമ്മൾ കണ്ടു കഴിഞ്ഞ എപ്പിസോഡിൽ. ഇനിയും അതിനടുത്ത് തന്നെയുള്ള മറ്റൊരു കാന്തല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു കൃഷിയിടമാണ്. ഈ കൃഷിയിടത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മലകളുടെ ഇടയിൽ തട്ടുതട്ടായി ക്രമീകരിച്ചിരിക്കുന്ന ഭൂമിയിൽ ഒരു മഴനിഴൽ പ്രദേശമായതുകൊണ്ട് തന്നെ ഈ മറയൂരും കാന്തല്ലൂരും ഒക്കെ പ്രത്യേക തരത്തിലുള്ള കൃഷികൾക്ക് അവിടെ ഏറ്റവും കൂടുതൽ കരിമ്പാണ് കൃഷി ചെയ്യുന്നത്. മറയൂർ മൂന്നാറിൻ്റെ ഇക്കാണുന്ന മനോഹര കാഴ്ചകൾ കണ്ട് നമ്മൾ ചെന്നെത്തുന്നത് മറയൂരിലെ കാന്തല്ലൂരിലേക്കാണ്. ഇവിടെ ഈ സ്ഥലങ്ങളിൽ ഉള്ള മൂന്നാറിൻ്റെ തോട്ടങ്ങൾക്ക് സമീപം തേയിലത്തോട്ടങ്ങൾക്കുള്ള തണുപ്പോ ഒന്നും ഈ പ്രദേശത്തെ ഈ മറയൂരിനെയോ കാന്തല്ലൂരിനെയോ ബാധിക്കുന്നില്ല എന്നുള്ളതാണ് വേറൊരു പ്രത്യേകത. അതുകൊണ്ട് തന്നെയാണ് അവിടെ കരിമ്പ് കൃഷിക്ക് അനുയോജ്യമായ ഒരു കാലാവസ്ഥയുള്ളതും. നമ്മൾ മറയൂരിലേക്ക് സഞ്ചരിക്കുമ്പോൾ മൂന്നാറിൻ്റെ ആ സ്പർശനമേകുന്ന മനോഹരമായ കാഴ്ചകൾ കണ്ടാണ് നമ്മൾ മറയൂരിലെത്തുന്നത്. എന്നാൽ മറയൂരിലെത്തുമ്പോൾ നമ്മൾ കാണുന്നത് കുറച്ച് പാറക്കെട്ടുകളും അതിനിടയിൽ ഉള്ള ഇത്തരത്തിലുള്ള കരിമ്പ് കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളുമാണ്. അങ്ങനെ ഞാൻ യാത്ര ചെയ്ത് മറയൂരിലെ ഒരു ചെറിയ ശർക്കര നിർമ്മാണ യൂണിറ്റിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. എൻ്റെ ബുള്ളറ്റ് അവിടെ പാർക്ക് ചെയ്ത ശേഷം ഞാൻ ആ ചെറിയ ശർക്കര നിർമ്മാണ യൂണിറ്റിലേക്ക് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഇതേപോലെയുള്ള ധാരാളം യൂണിറ്റുകൾ കാണാൻ കഴിയും. അതിൽ കുറച്ച് മനോഹരമായതും വലിയ ഒരുപാട് തിരക്കൊന്നുമില്ലാത്തതുമായ ഒരു ചെറുകിട യൂണിറ്റിലേക്കാണ് ഞാൻ കടന്നിരുന്നത്. മുൻപൊക്കെ ചെന്ന പോലെ തന്നെ ചുറ്റോട് ചുറ്റും ഈ പ്രദേശത്തിൻ്റെ മലകളാണ്. നമ്മളിങ്ങനെ വാഹനം ഓടിച്ചു പോകുമ്പോൾ തന്നെ മലനിരകൾ ഇങ്ങനെ 4 വശവും കാണാൻ പറ്റും. കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ കണ്ടതാണ് നമ്മളത്. ഇവിടെ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ എപ്പോഴും ഈ ശർക്കര നിർമ്മാണം ഇങ്ങനെ നടക്കുന്നതിൻ്റെതായ പുക ഇങ്ങനെ ജ്വലിക്കുന്നതായിട്ട് കാണാം. അതേപോലെ തന്നെ ആ യൂണിറ്റിനോട് ചേർന്ന് തന്നെ ധാരാളം കരിമ്പ് കൃഷിയും കാണാം. നമ്മുടെ നാട്ടിൻപുറങ്ങളെ പോലെ വളരെ നീളമുള്ള കരിമ്പാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കരിമ്പ് കൃഷിയൊക്കെ നേരത്തെ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാക്കാം. ഏറ്റവും ആദ്യം പ്രധാനമായി തന്നെ നമ്മൾ കാണുന്നത് ഈ കരിമ്പ്, നമ്മുടെ നാട്ടിലൊക്കെ കരിമ്പിൻ ജ്യൂസ് അടിച്ചു കൊടുക്കുന്ന മെഷീൻ കണ്ടിട്ടുണ്ട്. അതിനേക്കാൾ കുറച്ചുകൂടെ വലിയ ഒരു മെഷീനിൽ കൂടി കയറ്റി ഇറക്കി ഈ കരിമ്പുകൾ ഇങ്ങനെ കെട്ടുകെട്ടായി വെച്ച ശേഷം ഈ മെഷീൻ ഒരു മോട്ടറിൻ്റെ സഹായത്തോടു കൂടി ഈ കരിമ്പ് അതിലേക്ക് തള്ളി വെക്കുമ്പോൾ അത് നീരായി അതിൻ്റെ സൈഡിലുള്ള ഒരു ജാറിലേക്ക് മാറ്റപ്പെടും. അത് പലവട്ടം ആ ജാറിലേക്ക് മാറ്റപ്പെട്ട ഈ നീരിനെ ഒരു ചെറിയ പമ്പ് ഉപയോഗിച്ച് വീണ്ടും ഈ നിർമ്മാണ യൂണിറ്റിൻ്റെ വശത്തുള്ള മറ്റൊരു ജാറിലേക്ക് മാറ്റപ്പെടും. നിർമ്മാണ യൂണിറ്റാണ് തൊട്ടടുത്ത് ഓടിട്ട ഒരു ചെറിയ ഷെഡ് നമ്മൾ കാണുന്നത്. ഇവിടെ ഇതൊക്കെ ഓരോ വ്യക്തികളുടെ ചെറിയ വ്യക്തികളുടെ നിർമ്മാണ യൂണിറ്റുകളാണ്. മറ്റു പല സ്ഥലങ്ങളിലും ഞാൻ ഇത്തരത്തിലുള്ള യൂണിറ്റുകൾ ഞാൻ പോയി കണ്ടിരുന്നു. പമ്പ് ചെയ്ത് ഇപ്പോൾ നമ്മൾ കാണുന്ന ഇടതുവശത്ത് കാണുന്ന ആ ജാറിലേക്ക് മാറ്റി അതിൽ നിന്നും അരിച്ച് അതിന് തൊട്ട് മുന്നിൽ കാണുന്ന ഇപ്പോൾ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന തീയിട്ട് കൊണ്ടിരിക്കുന്ന ഈ ഒരു തകിടിലേക്ക് മാറ്റുന്നു. ഇത് ഏകദേശം 150 കിലോയോളം ഉണ്ടെന്നാണ് അവർ അഭിപ്രായപ്പെടുന്നത് ശർക്കരയാക്കുമ്പോൾ. തൊട്ട് അടുത്ത് തന്നെ ഉള്ള ഈ കരിമ്പിൻ ചതച്ച ചണ്ടി ഉപയോഗിച്ചും അതുപോലെ തന്നെ കരിമ്പിൻ്റെ ഇല ഉണക്കിയതും കരിമ്പിൻ തണ്ട് ഉണക്കിയതും വെച്ചിട്ടാണ് ഈ തീ കൂട്ടുന്നത്. ഇത് വളരെ നമുക്കതിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ തന്നെ അതിൻ്റെ ആ തീക്ഷ്ണമായ ചൂട് നമുക്ക് അനുഭവപ്പെടാം. അത് ആ ജോലി ചെയ്യുന്ന ആൾക്കാർ വളരെ ശ്രമപ്പെട്ട്
തന്നെ ചെയ്യുന്ന ജോലിയാണിത്. ആ ജാറിൽ നിന്നും ഇതിലേക്ക് പകരുന്ന ശർക്കര നല്ലവണ്ണം തിളയ്ക്കുമ്പോൾ അതിൽ നിന്നും അഴുക്ക് പുറത്തേക്ക് വരും. കാരണം വളരെ ഒരു പരമ്പരാഗത രീതിയിൽ നിർമ്മിക്കുന്നതിനാൽ അഴുക്ക് നിർമ്മാർജ്ജനത്തിനൊന്നും യന്ത്രസഹായം ഒന്നും ഉപയോഗിക്കില്ല. ഇതിങ്ങനെ അഴുക്ക് മുകളിലേക്ക് തിളച്ച് പൊങ്ങി വരുമ്പോൾ അതിനെ മറ്റൊരു തടി കൊണ്ടുള്ള ഇതുപയോഗിച്ചിട്ട് വെട്ടിക്കളയുന്നു. അതിങ്ങനെ കോരി അടുപ്പിച്ച ശേഷം അവർ അത് ആ തടി കൊണ്ട് തന്നെ കോരി മാറ്റിക്കളയാണ്. ഈ സോഡാപ്പൊടി ചേർക്കുമ്പോഴാണ് ഈ അഴുക്ക് ഇളകി വരുന്നത് എന്നാണ് അവരിങ്ങനെ പറയുന്നത്. പലതവണ സോഡാപ്പൊടി ഇടുമ്പോൾ ഈ അഴുക്ക് മുകളിലേക്ക് പൊങ്ങി വരും എന്നവർ അഭിപ്രായപ്പെടുന്നു. അതേപോലെ തന്നെ ഇത് കൂടുതൽ കട്ടിയാകാൻ വേണ്ടി ഇതിനുള്ളിൽ ചുണ്ണാമ്പും ഇവർ ചേർക്കാറുണ്ട്. ആ ചുണ്ണാമ്പ് ഉൾപ്പെടെ കിടന്ന് തിളച്ച് അതിൻ്റെ ആ ഗുണം നഷ്ടപ്പെട്ട് അത് കൂടുതൽ ശർക്കരയെ കുറച്ച് കട്ടിയായി ഉരുട്ടിയെടുക്കാൻ കഴിയുന്ന രീതിയിലേക്കാക്കി മാറ്റുന്നു. അതുപോലെ തന്നെ ഇത് നാഗം എന്ന് പറയുന്ന നാഗത്തകിടാണ്. നാഗത്തകിട് കൊണ്ടാണ് ഈ വലിയ വാർപ്പ് പോലെ ഉള്ള ഈ ശർക്കര ചൂടാക്കി എടുക്കുന്ന പാത്രം ഉണ്ടാക്കിയിരിക്കുന്നത്. ശർക്കര ഇങ്ങനെ നല്ല ശക്തിയായി തിളച്ചു പൊങ്ങുന്നത് നമുക്കിപ്പോൾ കാണാം. നമ്മുടെ നാടുകളിലൊക്കെ പലയിടത്തും ഇത് ഇത്തരത്തിൽ പറയുന്നത് ചക്കുമൂടുകൾ എന്നായിരുന്നു പറയാറുള്ളത്. ഞാനൊക്കെ ചെറുപ്പകാലത്തിൽ ഇത്തരത്തിലുള്ള കരിമ്പ് കൃഷി ധാരാളമായി നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിലുള്ള സമയങ്ങളിൽ ഇത്തരത്തിൽ ശർക്കര ചൂടാക്കി തരുമായിരുന്നു. അന്ന് സ്കൂളുകളിലൊക്കെ പോകുന്ന കുട്ടികൾക്ക് ഇതിങ്ങനെ പ്ലാവലയിലൊക്കെ കോരി കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇതാ ഇപ്പോൾ കാണുന്ന ഒരു വടമില്ലേ, ആ വടം ഈ നാഗത്തകിടിൽ നിന്നും തൊട്ടപ്പുറത്തുള്ള ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അത് നമുക്ക് കൈ കൊണ്ട് പൊക്കിയെടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഈ ചൂടായിരിക്കുന്ന അവസരത്തിൽ തന്നെ ആ വടത്തിൽ പിടിച്ച് വലിച്ചിട്ട് തൊട്ട് മുൻപിൽ കാണുന്ന ഒരു പാത്രം, അത് ശരിക്കും ഒരു പാത്രമല്ല, അത് തടി കൊണ്ടുണ്ടാക്കിയ മാവിൻ്റെ പലക കൊണ്ടുണ്ടാക്കിയ ഒരു കവചമാണ്. അതിലേക്ക് ഈ ശർക്കര വടം ഉപയോഗിച്ചാണ് കമത്തുന്നത്. അതിൻ്റെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ ചെയ്തെങ്കിൽ മാത്രമേ അതാവുകയുള്ളൂ. ഇനി ഒരുപാട് സമയം എടുത്തെങ്കിൽ മാത്രമേ അത് പകരുകയുള്ളൂ. അത് പൂർണ്ണമായി ഞാനത് പകരുന്നൊന്നും എടുക്കാൻ വേണ്ടി അവിടെ നിന്നില്ല. അപ്പോൾ അതിൻ്റെ സ്റ്റോറി ഞാനിങ്ങനെ വിവരിച്ച് പറയാണ്. അങ്ങനെ പകർന്ന ഇത് അവിടെ കിടന്ന് തണുക്കുമ്പോൾ മറ്റ് തടികൾ കൊണ്ട് ഇതിനെ ഇടിച്ച് കുറച്ചുകൂടെ ഇത് ലൂസാക്കി അങ്ങനെ കുറേ കഴിയുമ്പോൾ ഇത് തണുക്കുമ്പോൾ ഇത് പൊടിയാകുന്നു. അങ്ങനെ പൊടിഞ്ഞ ആ ശർക്കരയെ ഉരുളകളാക്കി ഇത്തരത്തിൽ മാറ്റുന്നു. ആ ചെറിയ ചൂടോടുകൂടി തന്നെ ഉരുട്ടിക്കഴിഞ്ഞാൽ ഇത് നല്ല കട്ടിയായി ഇത്തരത്തിൽ ഉരുട്ടിയെടുക്കാം. ഇത് ഏകദേശം എല്ലാം ഒരേ അളവിലാണ്. 3 ഉരുളകൾ ചേരുമ്പോഴാണ് 1 കിലോ ആകുന്നതെന്നാണ് ഇവർ പറയുന്നത്. ഈ ശർക്കര കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അവർ കയറ്റി അയക്കുന്നുണ്ട്, അതേപോലെ തന്നെ തമിഴ്നാട്ടിലേക്ക്. ഇതിൻ്റെ പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പ്രദേശത്ത് കൃഷി ചെയ്യുന്നു എന്നുള്ളതിനാൽ ഇതിൻ്റെ രുചിയിലും ഇത് പല ഔഷധ ആവശ്യങ്ങൾക്കും വേണ്ടി മറയൂർ ശർക്കര പ്രത്യേകമായി ചോദിച്ചു വാങ്ങുന്നു എന്നാണ് ഇതിൻ്റെ ആൾക്കാർ ഇവിടെ പറയുന്നത്. മറയൂർ ശർക്കരയുടെ ഈ ചെറിയൊരു എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. കൂടുതൽ യാത്രയുടെ വിശേഷങ്ങളുമായി ഫോട്ടോസിന്തസിസ് അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം. നന്ദി.